സ്കെയിലപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ ഇവന്റ് ഒരു ബിസിനസ് ആണല്ലോ. അപ്പൊ അവരെങ്ങനെ അൾട്ടിമേറ്റ്ലി കാശ് ഉണ്ടാക്കുക? അതൊരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഇവന്റ്സ് എന്ന് പറയുന്നത് ബേസിക്കലി IP ഇവന്റ്സിൽ മോസ്റ്റ്ലി നമുക്ക് റവന്യൂ എന്ന് പറയുന്നത് അതിൻ്റെ അകത്തുള്ള സ്പേസ് വെക്കാം. നമ്മളിപ്പോൾ ഒരു ഫംഗ്ഷൻ അല്ലെങ്കിൽ ഒരു സ്പേസിലേക്ക് എൻഡ് ഓഫ് ദ ഡേ മാർക്കറ്റിംഗ് അതാണല്ലോ. നമ്മളൊരു ടാർഗറ്റ് ഓഡിയൻസിലേക്ക് എത്തുക എന്നുള്ളതാണ് ഏതൊരു ബ്രാൻഡ് ഓണറുടെയും ആഗ്രഹം. അപ്പോൾ ഇവരൊരു 5000, 6000 അല്ലെങ്കിൽ 7000 അല്ലെങ്കിൽ 10000 ആളുകളെ ഒരു സ്പേസിലേക്ക് എത്തിക്കുന്നു. അവിടെ സ്റ്റോളുകൾ ഉണ്ടാവും, അല്ലെങ്കിൽ അല്ലാത്ത കോമൺ സ്പേസസ് ഉണ്ടാവും. അപ്പോൾ ആ സ്പേസുകൾ വെക്കാം. ഒന്ന് അത് സ്റ്റോൾസ് ആയിട്ട് വെക്കാം, അല്ലെങ്കിൽ അവിടെ ബ്രാൻഡിങ് ആയിട്ട് വെക്കാം, ഇപ്പം ടൈറ്റിൽ സ്പോൺസർ ആയിട്ട് വെക്കാം, കോ സ്പോൺസർ ആയിട്ട് വെക്കാം. സോ ഇത് ബ്രാൻഡ് പൊസിഷനിങ് ആണ് ഒന്ന്. രണ്ട്, ബ്രാൻഡിനെ ഹൗ ഡു വി ടാർഗറ്റ് ഓഡിയൻസിലേക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്ന പ്ലാറ്റ്ഫോംസ് ഉണ്ട്. സോ ആ സ്പേസ്, അതല്ലെങ്കിൽ ഞാൻ പറയുന്നത് സ്റ്റോൾ സ്പേസ് മുതൽ ബ്രാൻഡ് സ്പേസ് അല്ലെങ്കിൽ ബ്രാൻഡ് വാൾസ് മുതൽ എല്ലാം കയ്യിൽ ഈ IP ഓൺ ചെയ്യുന്ന ആളുകൾക്ക് വെക്കാൻ പറ്റും. നമ്മളെ നാട്ടിൽ ഇറ്റ്സ് വെരി ഡിഫിക്കൽട്ട്, പക്ഷേ സക്സസ്ഫുൾ മോഡൽസ് ഇഷ്ടംമാരെയുണ്ട്. അങ്ങനെയല്ല ഞാൻ പറയുന്നത്. പുറത്തൊക്കെ ഞാനൊക്കെ അറിയാം, ജൈടെക്സ് മുതൽ ലോട്ട്സ് ഓഫ് കാൻഡോൺ ഫെയർ മുതൽ ലോട്ട്സ് ഓഫ് എക്സിബിഷൻസ് നടക്കാറ്. അപ്പോൾ ഈ സ്പേസാണ്. പിന്നെ അതുപോലെ തന്നെ വെൻ വി പ്രൊമോട്ട് ഇറ്റ്, ഇതിൻ്റെ ഔട്ട്ഡോറിലേക്ക് പോകുന്ന സമയത്ത്, ഇതിൻ്റെ ഡിജിറ്റൽ സ്പേസിലേക്ക് പോകുന്ന സമയത്ത് ആളുകൾ ഒരു 3 മാസമൊക്കെ മിനിമം ഒരു ഈവൻറ്റിന് വേണ്ടി പ്രൊമോഷൻ നടക്കും. ആ സമയത്തൊക്കെ ഉള്ള സ്പേസ് എക്സ്പോഷർ, ടൈറ്റിൽ, കോ സ്പോൺസർ അങ്ങനെയൊക്കെ കിട്ടാം. അപ്പോൾ അങ്ങനെയൊക്കെ വി കുഡ് ജസ്റ്റ് മേക്ക് എ മണി ഔട്ട് ഓഫ് ഇറ്റ്.